ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ചരിത്ര പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 3 ആണ്, ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. പ്രമേയം 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം. നമുക്കറിയാം, ആ സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണ്. ഒരു കാലത്ത് ലോകത്തെ മിക്ക ഭാഗങ്ങളും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യം. മതാധിഷ്ഠിത സാമ്രാജ്യങ്ങളുടെ കാലത്ത് ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യമായിട്ട് ലോകം മൊത്തവും ക്രിസ്ത്യാനിറ്റിയുടെ കീഴിലാകാനൊക്കെയായിട്ട് പ്രവർത്തിച്ച റോമാ സാമ്രാജ്യത്തിനെ പറ്റി, അതിനെപ്പറ്റി ചില പൗരാണികമായിട്ടുള്ള മിത്തുകളും പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ട്സും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒന്ന്, ഹൗ റോമൻ എംപയർ വാസ് ഡിഫറെൻറ്റ് ഫ്രം ഇറാനിയൻ എംപയർ. ഇറാനിയൻ എംപയർ റോമൻ എംപയർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എക്സാം പോയിട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്, സ്ലേവറി വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീപ്ലി റൂട്ടഡ് ഇൻ ഏൻഷ്യൻ്റ് റോമൻ വേൾഡ്. ഡു യു തിങ്ക് സോ? അപ്പോൾ അടിമത്തം റോമിൽ വളരെ ആഴത്തിൽ, റോമാ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരോടിയിരുന്ന ഒന്നാണ്. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ, വിവരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സ്ലേവറിയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് ഒരു എസ്സേ ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ സൊസൈറ്റി. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ പറയുന്നു. അപ്പോൾ അവർ കുറച്ച് ഏരിയാസ് വന്നിട്ടുണ്ട്. ഏരിയാസ് ടു ബി കൺസിഡേർഡ്: ന്യൂക്ലിയർ ഫാമിലി, ജെൻഡർ, ലിറ്ററസി, കൾച്ചർ. ഇത്രയും വെച്ച് അവരുടെ സമൂഹത്തിനെ പറ്റി പറയാൻ. ഇതൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലേവറിയുടെ ലാസ്റ്റ് ഭാഗമൊക്കെ പറഞ്ഞ ശേഷം സോഷ്യൽ ഹൈറാർക്കീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു. സോഷ്യൽ ഹൈറാർക്കീസ്. അപ്പോൾ അതിൽ വിവിധങ്ങളായ സോഷ്യൽ ഹൈറാർക്കീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 എണ്ണത്തിൻ്റെ പേരും പറഞ്ഞു. സെനറ്റേഴ്സ്, ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഇക്വസ്റ്ററിയൻ ക്ലാസ്, ദ റെസ്പെക്റ്റബിൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഓർ മിഡിൽ ക്ലാസ്, ദ അൺകെംപ്റ്റ് ലോവർ ക്ലാസ് ഹു വെയർ അഡിക്റ്റഡ് ടു ദ കൾച്ചർ, അഡിക്റ്റഡ് ടു സർക്കസ് ആൻഡ് തിയററ്റിക്കൽ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഹ്യൂമിലിയോസ്, അവസാനം സ്ലേവ്സ്. ഇവരെ പറ്റി പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത മോണിറ്ററി സിസ്റ്റം എന്ന ഭാഗത്തേക്ക് കിടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ 2 അധ്യായങ്ങളുടെ 3ാമത്തെ അധ്യായമാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അധ്യായങ്ങളുടെ ചെറിയൊരു പരീക്ഷ, വെറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരു 15 നിങ്ങൾക്ക് അറിയാവുന്നതന്നെ. അപ്പം അത് എഴുതി മുഴുവൻ ശരിയാക്കിയവർ, 1-2 തെറ്റ് വന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമില്ല. ചിലർക്ക് നെറ്റ് പ്രോബ്ലമൊക്കെ കാരണം ഒരല്പ സമയം ഒക്കെ താമസിച്ചു, ഒന്നും പ്രശ്നമില്ല. പക്ഷേ അതിൽ പങ്കെടുക്കുകയോ ചെയ്യാതിരുന്നവർ, അത് 1-2 അല്ല, അതിനകത്ത് 50% പേര്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ മോണിറ്ററിങ്ങിനുമൊക്കെ ഇതേ മാർഗമുള്ളൂ. ഇത് നോക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എത്ര പേര് പങ്കെടുത്തു, അവരാരൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും ആ രീതിയിൽ പങ്കെടുക്കുക. രക്ഷകർത്താക്കളും അതൊന്നുകൂടി ശ്രദ്ധിക്കുകയും വേണം. നമുക്ക് മോണിറ്ററി സിസ്റ്റത്തിലേക്ക് കടക്കാം. ദ മോണിറ്ററി സിസ്റ്റം, നാണയ വ്യവസ്ഥ. ദ മോണിറ്ററി സിസ്റ്റം ഓഫ് ദ ഫസ്റ്റ് 3 centuries വാസ് ബേസ്ഡ് ഓൺ സിൽവർ കറൻസീസ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ ഈ നാണയ വ്യവസ്ഥ വെള്ളി നാണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. ഇറ്റ് ബ്രോക്ക് ഡൗൺ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ലേറ്റ് റോമൻ എംപയർ. റോമൻ എംപയറിൻ്റെ അന്തിമകാലമായപ്പോഴേക്കും ഈ വ്യവസ്ഥ തകർന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. ഈ മോണിറ്ററി സമ്പ്രദായം തകർന്നതിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദിസ് ക്രാഷ് വാസ് ദ ഡിപ്ലീഷൻ ഓഫ് ദ സ്പാനിഷ് സിൽവർ മൈൻസ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്പെയിനിലെ ഈ വെള്ളി ഖനികൾ ശൂന്യമായതാണ്. അപ്പോൾ വെള്ളി കിട്ടാതായതോടുകൂടി വെള്ളി നാണയങ്ങൾ അടിക്കാൻ മാർഗമില്ലാതായി. Consequently, the government ran short of sufficient stocks of the metal to support a stable coinage in silver. സിൽവറിലുള്ള സുസ്ഥിരമായ ഒരു നാണയവ്യവസ്ഥ നടത്തിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ ലോഹശേഖരം രാജ്യത്തിന് ഇല്ലാതെ വന്നു. അങ്ങനെ സിൽവർ കോയിനേജ് സിസ്റ്റം തകരുകയാണ്. കോൺസ്റ്റന്റൈൻ ഫൗണ്ടഡ് എ ന്യൂ മോണിറ്ററി സിസ്റ്റം ബേസ്ഡ് ഓൺ ഗോൾഡ്. അപ്പോൾ കോൺസ്റ്റന്റൈൻ ആരാണ്? അദ്ദേഹം
സ്വർണത്തിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് തന്നെ വിശദമായിട്ട് പഠിക്കും. There were vast amounts of gold coins in circulation during the period of late Roman Empire. ലേറ്റ് റോമൻ എംപയർ, റോമൻ എംപയറിൻ്റെ അന്തിമ കാലഘട്ടത്തിലെ ഗോൾഡ് കോയിൻസിൻ്റെ വളരെ വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലും അവിടെ നിന്ന് എക്സ്കവേഷൻസ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതാണ്. റോമൻ ഗവൺമെൻറ്, റോമിലെ ഭരണവ്യവസ്ഥയെ പറ്റിയാണ്. റോമിലെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉദ്യോഗസ്ഥ വൃന്ദം. റോമൻ ബ്യൂറോക്രസി ഓഫ് ദ ലേറ്റ് റോമൻ എംപയർ. ലേറ്റ് റോമൻ എംപയറിലോട്ട് നമ്മൾ കയറുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് നോക്കുകയാണ്. ദ റോമൻ ബ്യൂറോക്രസി വാസ് ആൻ എഫ്ലുവൻറ്റ് ഗ്രൂപ്പ്. റോമൻ ബ്യൂറോക്രസി ശരിക്കും സ്വാധീന ശക്തിയുള്ള ശക്തമായ ഒന്നായിരുന്നു റോമൻ ബ്യൂറോക്രസി. റോമൻ ബ്യൂറോക്രസി വാസ് നൊട്ടോറിയസ് ഫോർ കറപ്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. റോമൻ ബ്യൂറോക്രസി നൊട്ടോറിയസ് ആയിരുന്നു, അപ്പോൾ കുപ്രസിദ്ധമായിരുന്നു. ഫോർ കറപ്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അഴിമതിക്കും അതുപോലെ ചൂഷണത്തിനുമൊക്കെ കുപ്രസിദ്ധമായിരുന്നു. ദർ വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കറപ്ഷൻ എസ്പെഷ്യലി ഇൻ ദ ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിലിറ്ററി സപ്ലൈസ്. അപ്പോൾ അഴിമതി എത്ര ശക്തമായിരുന്നു എന്ന് അറിയണമെങ്കിൽ അത് എവിടെയാണെന്ന് നോക്കിക്കോളൂ. ബ്യൂറോക്രസി ജുഡീഷ്യൽ സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥയിൽ ഒരിക്കലും അഴിമതി ഒന്നുകൂടാത്ത അവിടെ അതിശക്തമായ അഴിമതി. ആൻഡ് ഇൻ ദ മിലിറ്ററി സപ്ലൈസ്, മിലിറ്ററിയിൽ അവരുടെ സൈനിക വിതരണ സംവിധാനത്തിലൊക്കെ അഴിമതിയായിരുന്നു പൂർണ്ണമായിട്ടും. ദ ഗവൺമെൻറ് ഇൻ്റർഫിയർഡ് റിപ്പീറ്റഡ്ലി ടു കർബ് ദീസ് ഫോംസ് ഓഫ് കറപ്ഷൻസ്. ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഇതിനകത്ത് ഇടപെട്ട രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അഴിമതി തടയുന്നതിന് വേണ്ടി. അവർ ഇൻഫർമേഷൻ അബൌട്ട് ദ ബ്യൂറോക്രാറ്റിക് കറപ്ഷൻസ് കംസ് ഫ്രം ദ ആൻറ്റി കറപ്റ്റ് ലെജിസ്ലേഷൻസ് ആൻഡ് ഫ്രം the denouncement of such practice of historians and other members of the intelligentsia. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അധികവും കിട്ടുന്നത് ഈ ഗവൺമെൻറ്റുകൾ ഇതിനെതിരെ നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, പിന്നെ ഇൻ്റലിജൻഷ്യ അവിടുത്തെ ബുദ്ധിജീവികളും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട്, ഈ അഴിമതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെൻറ് ആയിരുന്നു റോമിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. ദ റോമൻ സ്റ്റേറ്റ് വാസ് ആൻ അതോറിറ്റേറിയൻ റഹീം. അപ്പോൾ ഒന്നാമത് പറഞ്ഞു റോമൻ ബ്യൂറോക്രസി അഴിമതിയിൽ കുളിച്ചതാണെന്ന്. ഇനി റോമൻ സ്റ്റേറ്റ് ആണെങ്കിലോ ശരിക്കും സ്വേച്ഛാധിപത്യ ഭരണകൂടം തന്നെയായിരുന്നു. ഗവൺമെൻറ് ടോളറേറ്റഡ് നോ ഒപ്പോസിഷൻ ആൻഡ് ഡിസെൻറ്റ്. ഇറ്റ് സപ്രസ്ഡ് ആൾ പ്രൊട്ടസ്റ്റ്സ് വയലൻ്റ്ലി. ഗവൺമെൻറ് അതിനെതിരെയുള്ള ഒരു വിധ എതിർപ്പുകളെയും അനുകൂലിച്ചിരുന്നില്ല. ശക്തമായിട്ട് അതിനെയെല്ലാം അക്രമാസക്തമായിട്ട് തന്നെ അടിച്ചമർത്തിയിരുന്നതിനെയല്ല. ഹവർ എ സ്ട്രോങ് ട്രഡീഷൻ ഓഫ് റോമൻ ലാ ഹാഡ് എമർജ്ഡ് ബൈ ദ 4th century. എന്തായാലും ഇതൊക്കെ കൂടി 4ാം നൂറ്റാണ്ടോടുകൂടി ശക്തമായ ഒരു നിയമസംഹിത റോമിൽ ഉയർന്നു വന്നു. ഇറ്റ് കണ്ടെയ്ൻഡ് മെനി ലോസ് പ്രിവെൻറ്റിംഗ് ദ ഓട്ടോക്രാറ്റിക് മെഷേഴ്സ് ഓഫ് ദ എംപറേഴ്സ്. ഇത് ഈ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാനുള്ള നിരവധി നിയമങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിരുന്നു. നെക്സ്റ്റ്, ലേറ്റ് റോമൻ എംപയർ, ലേറ്റ് ആൻറ്റിക്വിറ്റി എന്നറിയപ്പെടുന്നു. ലേറ്റ് ആൻറ്റിക്വിറ്റി, അന്തിമ സാമ്രാജ്യം, ലേറ്റ് എംപയർ, ലേറ്റ് ആൻറ്റിക്വിറ്റി. അതിനെപ്പറ്റി നോക്കാം. റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ 2ാം ഘട്ടം. ഇയർലി റോമൻ എംപയർ എന്നും ലേറ്റ് റോമൻ എംപയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ദ ഫൈനൽ ഫേസ് ഓഫ് ദ റോമൻ എംപയർ വാസ് കാൾഡ് ലേറ്റ് ആൻറ്റിക്വിറ്റി. റോമൻ എംപയറിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ പേരാണ് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പീരിയഡ് ഫ്രം 4th to 7th centuries. 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനാണ് റോമ സാമ്രാജ്യത്തിൽ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ കൾച്ചറൽ ലെവൽ ദ പീരിയഡ് വിറ്റ്നസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെന്റ്സ് ഇൻ റിലീജിയസ് ലൈഫ്. സാംസ്കാരികമായ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മതരംഗത്താണ് ഏറ്റവും ശക്തമായ മാറ്റങ്ങൾ വന്നത്. ദ എംപറർ കോൺസ്റ്റന്റൈൻ ഡിക്ലെയർഡ് ക്രിസ്ത്യാനിറ്റി ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദ സ്റ്റേറ്റ്. അത് മുമ്പേ നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ കോൺസ്റ്റന്റൈനെ പറ്റി. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി രാഷ്ട്ര മതമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അനദർ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് വാസ് ദ റൈസ് ഓഫ് ഇസ്ലാം ഇൻ ദ 7th century. ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകത റോമിലല്ല, അതിനടുത്ത് കിടക്കുന്ന അറേബ്യയിൽ ഉണ്ടായതാണ് ഇസ്ലാമിൻ്റെ വളർച്ച. അത് റോമിനെയും വളരെ വലിയ രീതിയിൽ
ബാധിച്ചു. There was equally important changes in the structure of the state. These political changes were initiated by Emperor Diocletian. സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ ഘടനയിലും ശക്തമായ മാറ്റം വന്നു. അതിന് കാരണക്കാരൻ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. ഡയോക്ലീഷ്യന്റെ ഭരണപരിഷ്കാരങ്ങൾ, ഇനി കോൺസ്റ്റന്റൈൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഡയോക്ലീഷ്യനെ പറ്റിയും കോൺസ്റ്റന്റൈനെ പറ്റിയും. ആദ്യമായി ഡയോക്ലീഷ്യൻ AD 284 തൊട്ട് 305 വരെ റോമ സാമ്രാജ്യം ഭരിച്ചു വരുന്ന ഡയോക്ലീഷ്യൻ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്റ്റേറ്റിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയെന്ന് നോക്കാം. When the over expansion of the empire created administrative problems, Diocletian adopted measures to solve it. റോമ സാമ്രാജ്യത്തിന്റെ ഓവർ എക്സ്പാൻഷൻ, അമിതമായിട്ട് അതങ്ങ് വളർന്നത് ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഡയോക്ലീഷ്യൻ അത് പരിഹരിക്കാൻ തീരുമാനിച്ചു. He cut down the length of the empire by giving up territories with little strategic and economic value. വലിയ പ്രയാസമൊന്നുമില്ല, കേൾക്കുമ്പോൾ ഇതുപോലെ തോന്നുന്നെങ്കിലും ഇദ്ദേഹം ആ വലിയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രദേശങ്ങൾ, അതിരുകൾ ചേർന്ന പ്രദേശങ്ങൾ, വലിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊന്നും അല്ല, സാമ്പത്തിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. Diocletian also fortified the frontiers and recognized the provincial boundaries. അപ്പൊ ഇദ്ദേഹം അതിരുകളെല്ലാം നിർണയിച്ച് അവിടെ എല്ലാം കോട്ടകളും എല്ലാം നിർമ്മിച്ച് അതെല്ലാം സുരക്ഷിതമാക്കി പ്രൊവിൻഷ്യൽ ബൗണ്ടറീസ്, പ്രവിശ്യകളുടെ ബൗണ്ടറീസുകളെല്ലാം അംഗീകരിച്ച്. മോറോവർ ഹി സെപ്പറേറ്റഡ് സിവിലിയൻ ഫ്രം മിലിറ്ററി ഫങ്ഷൻസ്. സിവിലിയൻസിന് മിലിറ്ററിയിലുള്ള ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് എല്ലാം എടുത്തു കളഞ്ഞു. ഗ്രാൻഡിങ് ഗ്രേറ്റർ ഓട്ടോണമി ടു ദ മിലിറ്ററി കമാൻഡേഴ്സ്. മിലിറ്ററി കമാൻഡേഴ്സിന് കൂടുതൽ സ്വയംഭരണ അവകാശങ്ങളും നൽകി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡയോക്ലീഷ്യന്റെ ഭരണപരിഷ്കാരങ്ങൾ. അപ്പോൾ രാജ്യത്തിന്റെ സാമ്രാജ്യ വിസ്തൃതി കുറച്ചത്, എല്ലാം ഫോർട്ടിഫൈ ചെയ്ത്, എല്ലാം കോട്ടകെട്ടി ഉള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷിച്ചത്, പിന്നീട് ജനങ്ങൾക്ക് മിലിറ്ററിയിലുണ്ടായിരുന്ന അധികാരങ്ങൾ എടുത്തു കളഞ്ഞതും മിലിറ്ററി കമാൻഡേഴ്സിന് കൂടുതൽ അധികാരം കൊടുത്തതും, ഇത്രയൊക്കെ ഉള്ളൂ ഡയോക്ലീഷ്യന്റെ. അടുത്തായിട്ട് നമ്മൾ കോൺസ്റ്റന്റൈനെ പറ്റിയാണ്. കോൺസ്റ്റന്റൈൻ ഇൻട്രൊഡ്യൂസ്ഡ് റാഡിക്കൽ ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കോൺസ്റ്റന്റൈൻ കഴിഞ്ഞു. ദീസ് ഇൻക്ലൂഡ് എ ന്യൂ മോണിറ്ററി സിസ്റ്റം, ന്യൂ ക്യാപിറ്റൽ ആൻഡ് ന്യൂ എക്കണോമിക് റിഫോംസ്. ഇപ്പൊ കോൺസ്റ്റന്റൈൻ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്ന്. അപ്പം അതെന്തൊക്കെയാണ്? നല്ലൊരു നാണയവ്യവസ്ഥ, പുതിയൊരു തലസ്ഥാനം, കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ, ആൻഡ് എക്കണോമിക് റിഫോംസ്. അപ്പൊ നാണയവ്യവസ്ഥയ്ക്ക് അത് വരുന്ന തന്നെയാണ് എക്കണോമിക് റിഫോംസ് അല്ലേ, അത് നോക്കാം. ഹിസ് ചീഫ് ഇന്നോവേഷൻസ് വെയർ ഇൻ ദ മോണിറ്ററി സ്ഫിയർ. അപ്പം എക്കണോമിക് രംഗത്ത് നാണയവ്യവസ്ഥയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻസ്. He introduced a new denomination, the solidus, a coin of 4.5 gram of pure gold. 4.5 gram ശുദ്ധമായ സ്വർണത്തിലുള്ള പുതിയൊരു നാണയം കൊണ്ടുവന്നു. അതിന് സോളിഡസ് എന്നുള്ള പേരൊക്കെ കൊടുത്തു. These coins existed even after the decline of Roman Empire. റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും വളരെ ശേഷവും ഈ സോൾഡസ് എന്ന് പറയുന്ന നാണയം നിലനിന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ഇനി അടുത്ത് നോക്കാം. The other important innovation of Constantine was the creation of a second capital at Constantinople, Old Byzantium. പഴയ ബൈസാന്റിയത്തില് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു തലസ്ഥാനം, എത്രയോ നാളുകളിൽ ലോകത്തിന്റെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ച കോൺസ്റ്റാന്റിനോപ്പിൾ, അപ്പൊ ഇദ്ദേഹം സ്ഥാപിക്കുന്നതാണ്. മോണിറ്ററി സ്റ്റെബിലിറ്റി ആൻഡ് ആൻ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ സ്റ്റിമുലേറ്റഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ നാണയപരമായ ഒരു സുസ്ഥിരതയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹവും സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. There was considerable investment in rural establishments such as oil presses and glass factories. ഈ കാലഘട്ടത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ റൂറൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഗ്രാമീണ ഈ വ്യവസായ മേഖലകളിലൊക്കെ, അതിൻ്റെ ഓയിൽ പ്രസസ് ആൻഡ് ഗ്ലാസ് ഫാക്ടറീസ്, എണ്ണയാട്ട് ഫാക്ടറികള്, ഗ്ലാസ് ഫാക്ടറികളിൽ, ഇതിലൊക്കെ ശക്തമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ആൾ ദീസ് ചേഞ്ചസ് ലെഡ് ടു ദ പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ സിറ്റീസ്. ഇതെല്ലാം സിറ്റികളിൽ, സാമ്രാജ്യത്തിലെ ശക്തമായിട്ടുള്ള സാമ്പത്തിക
വളർച്ചയ്ക്ക്, സമ്പൽ സമൃദ്ധിക്ക് തന്നെ കാരണമായി. അപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ആ വളർച്ചയാണ്. അപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള വളർച്ച ചെറിയ അക്ഷരത്തിലാണ്, നിങ്ങൾക്കത് വായിക്കാൻ പറ്റത്തില്ല. അതിൽ ടെസ്റ്റിൽ നോക്കാം. അപ്പോൾ അതിലുണ്ട് സാമ്പത്തികമായിട്ട് റോമ സാമ്രാജ്യം അതിൻ്റെ അങ്ങ് പീക്ക് പോയിന്റിൽ അത്യുന്നതാവസ്ഥയിലെത്തിയ ഒരു സമയമായിരുന്നത് ശരിക്കും. ദ അർബൻ പ്രോസ്പെരിറ്റി വാസ് മാർക്ക്ഡ് ബൈ ന്യൂ ഫോംസ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് സെൻസ് ഓഫ് ലക്ഷറി. അപ്പോൾ ഈ നാഗരിക സമ്പൽ സമൃദ്ധി, പുതിയ സൈസുള്ള ആർക്കിടെക്ചർ, വമ്പൻ കെട്ടിടങ്ങളുടെ ഒക്കെ വളർച്ച, വാസ്തുവിദ്യയ്ക്കും ലക്ഷറി, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിനുമൊക്കെ കാരണമായി. എക്കണോമിക്കലായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നുകൊണ്ട് ഇവിടെ അതിന് അത്ര വലിയ സ്വാധീനമൊന്നുമല്ല. നമുക്ക് അതിൻ്റെ ഇനി കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സിലോട്ട് കിടക്കാം. കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞ നേരത്തെ റിലീജിയസ് ഡെവലപ്മെൻറ്റ്സിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ചേഞ്ചസ് ഇൻ ദ റിലീജിയസ് ലൈഫ്. ലെറ്റ് us now examine the cultural developments of this period. The Romans were polytheists. റോമക്കാർ ബഹുദൈവ ആരാധകരായിരുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷം പേരും ബഹുദൈവ ആരാധകരല്ലേ. ഏകദൈവ ആരാധനയുള്ള മതങ്ങളും ഇന്ത്യയിലുണ്ട്. They worshipped a large number of gods like Jupiter, Juno, Minerva and Mars. നോക്കിയേ, ഇന്ത്യയിലെ ദൈവങ്ങളുടെ പേരുകൾ പോലാണോന്ന്. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാസ്, ചില ഗ്രഹങ്ങളുടെയൊക്കെ പേര് കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ. അവരൊക്കെയായിരുന്നു റോമിലെ അന്നത്തെ ദൈവങ്ങൾ. ബിസൈഡ്സ് ന്യൂമറസ് ഗ്രീക്ക് ആൻഡ് ഈസ്റ്റേൺ ഡൈറ്റീസ് were worshipped in thousands of temples. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് ദേവീദേവന്മാര്, ഗ്രീക്ക് ദേവീദേവന്മാരുണ്ടായിരുന്നു. അവരുടെ അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ ഒരുപാട് ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോഴ് റിലീജിയനകത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ദേ ബിലീവ്ഡ് ഇൻ പോളിത്തീസം. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാസ് വേർ ദേ ആർ ഗോഡ്സ്. ദേ വർഷിപ്പ്ഡ് ദീസ് ഗോഡ്സ് ഇൻ ടെമ്പിൾസ് ആൻഡ് ഷ്രൈൻസ്. ആരാധനാലയങ്ങളിലൊക്കെയാണ് അവർ ആരാധന നടത്തിയിരുന്നത്. ജൂഡായിസം വാസ് ആൾസോ എക്സിസ്റ്റഡ്. അതെന്താണെന്ന് നോക്കാം. ദ അതർ ഗ്രേറ്റ് റിലീജിയസ് ട്രഡീഷൻ ഇൻ ദ എംപയർ വാസ് ജൂഡായിസം. നിങ്ങൾക്കറിയാവുന്ന ജൂത മതമാണ് എന്ന് നിലനിന്നിരുന്ന മറ്റൊരു മതമായിട്ട് പറഞ്ഞേക്കുന്നത്. ദ ക്രിസ്ത്യനൈസേഷൻ ഓഫ് ദ എംപയർ ഇൻ ദ 4th and 5th centuries was a gradual and complex process. Powerful bishops led the church. അപ്പൊ നമ്മൾ പറഞ്ഞു, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം റോമ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രമതമായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ക്രിസ്ത്യാനിറ്റി വളർന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകർത്താവ് ഒരു മതം സ്വീകരിച്ചാൽ നമ്മളും പുറകെ പോകത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഇവിടെയാണെങ്കിൽ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ചതോടുകൂടി വളരെ വലിയ ക്രിസ്ത്യൻ സാമ്രാജ്യം അപ്പാടെ ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നീട് വന്ന ശക്തരായ സ്വാധീനശേഷിയുള്ള ബിഷപ്പുമാരും മറ്റു കക്ഷിക്കാരും എല്ലാം ഇതിൻ്റെ പ്രചാരണത്തിന് തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ഇത് വളർന്നു വന്നു. അപ്പോൾ ഇപ്പോഴ് നമ്മൾ പറഞ്ഞ ഓരോരോ റോമൻ ദൈവങ്ങളുടെ പടങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാസ്, ഇവരെയൊക്കെ നിങ്ങൾ കാണാൻ കഴിയും. എന്തായാലും ഈ ക്രിസ്ത്യനൈസേഷനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലേ. അപ്പോൾ 1ാം നൂറ്റാണ്ടിൽ തന്നെയുള്ള ജീസസിന്റെ കാലഘട്ടം കഴിഞ്ഞാണ്ട് 4ാം നൂറ്റാണ്ട്, 400 വർഷത്തോളം ശേഷമാണ് കോൺസ്റ്റന്റൈൻ്റെ വരവ്. അദ്ദേഹം പുതിയ നാണയവ്യവസ്ഥ, പുതിയ തലസ്ഥാനം എല്ലാം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ സ്വീകരിച്ച ഏറ്റവും വലിയ കാര്യമാണ് ഈ ക്രിസ്ത്യാനിറ്റിയെ സ്റ്റേറ്റ് റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചത്. അതാണ് ഇന്ന് നിലനിൽക്കുന്ന, ഈ ലോകത്ത് നിലനിൽക്കുന്ന വളരെ ശക്തമായ മതപരമായ വ്യത്യാസം. ശരി, ആ ക്രിസ്ത്യനൈസേഷനെ കുറിച്ചും എംപയറിന്റെ തകർച്ചയെ കുറിച്ചും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ശരി.